എറണാകുളം ജില്ലയിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിൽ നല്ലൊരു അടിപൊളി 3 BHK വീട് തരട്ടെ. ദാ പിടിച്ചോളൂ. ഈ കാണുന്ന ഭംഗിയുള്ള എലിവേഷനുള്ള വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലാണ് ഈ കാണുന്ന ഭംഗിയുള്ള വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 30-35ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഇത് വരുന്നത്. നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് വെറും 200-250 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നോക്കിയാൽ 12 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.8 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് നോക്കിയാൽ 13, ആലുവയിലേക്ക് നോക്കുവാണെങ്കിൽ 9.4 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ വെറും 16 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് നൈബേഴ്സ് ഒക്കെ ഉള്ള വലിയൊരു വില്ല പ്രൊജക്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയൊരു വീടാണിത്. 3.62 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. നമുക്കിതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് തന്നെ ഒന്ന് നോക്കാം. വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റർ ഡിസൈനുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളിൽ ലൈറ്റ് വരുന്നുണ്ട്. ഗേറ്റ് ആണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടും ടെക്സ്റ്റർ വർക്കുകളൊക്കെ കൊടുത്ത് ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് വരുമ്പോൾ വലിയൊരു മുറ്റമാണ്. നിങ്ങൾക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്ലോറിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് ഇവിടെ വാട്ടറിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ വെൽ വാട്ടറും KW വാട്ടറും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോർഷൻ നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയ വന്നിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യാണ്. വീടിന്റെ റൈറ്റ് സൈഡിലും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ ടൈലാണ്. വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലെ ഡോർ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സിറ്റ് ഔട്ടിലെ പില്ലറുകൾക്ക് ടെക്സ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് വിരിച്ച ഈ ഒരു സിറ്റ് ഔട്ടിൽ 3ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വീട് നോക്കുവാണെങ്കിൽ ഈസ്റ്റിലോട്ടാണ് ദർശനം വരുന്നത്. മെയിൻ ഡോറ് കിഴക്കോട്ട് ദർശനം വരുന്ന ഭംഗിയായിട്ട് ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് മരങ്ങൾ വരുന്നത്. നല്ലൊരു ഡിസൈനിൽ 2 പീസ് ആയിട്ടാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വീടിന്റെ ലിവിംഗ് സ്പേസ്. 11 അടി നീളവും 9.5 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാൻ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ട് നല്ലൊരു വൈബൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും താഴെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് കബോർഡുകളുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പാർട്ടീഷൻ കിട്ടുന്നുണ്ട്. എൻട്രൻസ് ഭംഗിയായിട്ടാണ് കംപ്ലീറ്റ് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 14.5 അടി നീളവും 11 അടി വീതിയുമാണ്. ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയ വരുന്നത്. സെപ്പറേറ്റഡ് സ്പേസിനകത്താണ് വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് സെറയുടെ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഫിറ്റിംഗ്സും പാനലിംഗും ഒക്കെ കൊടുത്ത് താഴെ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. 14.5 അടി നീളവും 11 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിൽ കിട്ടുന്നത്. മുകളിലൊക്കെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് വിൻഡോസ് 3 കിട്ടുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ഓപ്പൺ കൗണ്ടർ അവിടെ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് കൂടാതെ ഹാങ്ങിങ് ലൈറ്റും എൻട്രൻസിൽ തന്നെ കിട്ടുന്നുണ്ട്. നല്ല വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് കിട്ടുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് കളർ ടൈലാണ്. 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. നല്ല ഭംഗിയുള്ളതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതുമായ കളർ കോമ്പിനേഷനുകളിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റിന്റെ മുകളിലൊക്കെ നോക്കിയാൽ LED സ്ട്രിപ്പുകളൊക്കെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് റൂഫും സൈഡും എല്ലാം കവർ ചെയ്ത് ഡോറൊക്കെ ഫിക്സ് ചെയ്തിട്ട് നല്ല ഒരു വർക്ക് ഏരിയ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്.
ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ താഴെയാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. 13.5-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സും കേബിൾസും ഒക്കെ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ നല്ലൊരു കളർ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ ഈ ഒരു മോഡലിലാണ്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ബ്ലൂയിഷ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ഇതുപോലെ വലിയൊരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ആ ഭാഗത്തായിട്ടും 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റും പവർ പോയിന്റും എല്ലാം തന്നെ കൊടുത്ത മൾട്ടിവുഡിൽ ചെറിയൊരു വർക്കോട് കൂടി ചെയ്തിരിക്കുന്നത്. താഴെ നമുക്ക് കബോർഡ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണെങ്കിലും അത്യാവശ്യത്തിന് ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളുടെ വർക്കുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഗ്രിൽ ഇട്ടിട്ട് റൂഫ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. താഴെ ഒരു ബെഡ്റൂം കൊണ്ടു മുകളിൽ 2 എണ്ണം കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5-11 ഫീറ്റ് ആണ്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോഴും സ്പേഷ്യസ് ആണ്. ഭംഗിയായിട്ട് ഗ്രീനിഷ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. ഫിറ്റിംഗ്സ് ഇവിടെയും സെറയുടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ കഴിഞ്ഞാൽ മൂന്നാമത്തെ ബെഡ്റൂം, ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. 10.5-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ ഇവിടെയും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമും വരുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ ഭംഗിയുള്ള ഒരു ടൈലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകൾ 3 എണ്ണവും അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ബാൽക്കണി നോക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു ബാൽക്കണിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാൽക്കണിക്കൊക്കെ വളരെ ചെറിയ സ്പേസിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു താല്പര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ആരും യൂസ് ചെയ്യുക പോലും ചെയ്യാറില്ല. റൂഫ് ഒക്കെ നോക്കിയാൽ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ്. ഇവിടുത്തെ ഹാൻഡ് റൈൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. 30ഓളം വീടുകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. എല്ലാ വീടുകളിലും ആളുകൾ താമസമായതാണ്. ഹൈലൈറ്റ് പറയേണ്ടത് ബസ് റൂട്ടിന് വളരെ അടുത്താണ്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തേക്കുള്ള ദൂരം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഈസി ആക്സസ് ആണ് എല്ലായിടത്തേക്കും. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3.62 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. 3.62 സെന്റ് ഓഫ് ലാൻഡിൽ 1650 എന്ന് പറയുന്നത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആണ്. ഇൻക്ലൂഡിംഗ് വർക്ക് ഏരിയ ആണ് ഈ ഒരു സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വെൽ വാട്ടർ ഉണ്ട്. KW വാട്ടർ കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 75 ലക്ഷം രൂപയാണ്. 75 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി ഫിനാൻസ് വ്യവസ്ഥയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കി തരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, വീടുകൾ നിങ്ങൾ ഇന്ന് വീഡിയോ കണ്ട് 2 ദിവസം കഴിഞ്ഞ് വിളിച്ച് ചോദിക്കുമ്പോഴേക്കും സെയിലായി എന്ന് പറയേണ്ട അവസ്ഥയാണ്. വളരെ പെട്ടെന്നാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണിതിടുന്ന വീടുകൾ പണി തീരുന്നതിന് മുമ്പ് തന്നെ സെയിലായി പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടക്കുന്നത്. വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ഉടനെ തന്നെ വിളിക്കുക. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. വിളിക്കുമ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്തില്ല എങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ കോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതായിരിക്കും. പറ്റുമെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് ആണ് നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ ഉപകാരമായിരിക്കും. ഫിനാൻസ് വ്യവസ്ഥയിലും വീട് സ്വന്തമാക്കാം. നമ്പറുകൾ സ്ക്രീനിലുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.